ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തെ പറ്റിയാണ്. ഇതിൽ 3 കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഹലോ, കാർഡ് നമ്പർ 1. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവരുടെ ഒരു പാർട്ട്ണറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, പുള്ളി നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, സ്റ്റേബിളാണ്, ഉറച്ചു നിൽക്കുന്ന തീരുമാനം ഉള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും വാക്കുകൾ കൊണ്ടിട്ടല്ല, എപ്പോഴും പ്രവൃത്തി കൊണ്ട് കാണിച്ചു തരും. ഞാനിത് ചെയ്യും, ഞാനിത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് പുള്ളി തീർച്ചയായിട്ടും 100% അത് ചെയ്ത് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എപ്പോഴും ഒരു ഫാമിലി മാനാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടുകാരെയും കൂടെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺസിലെല്ലാം നിങ്ങളുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മെച്വറാണ്, അതുപോലെ തന്നെ ലോയലാണ്. നിങ്ങൾക്ക് ഒരു കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മുമ്പിൽ നിന്ന് നടത്തും, അത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പെർഫെക്ഷനോടെ പുള്ളി ചെയ്തു തരും. നമുക്കിനി കാർഡ് നമ്പർ 2 നോക്കാം. ഈ ഒരു കാർഡിൽ പറയുന്നത് വെച്ചാൽ ഹാപ്പി ഫാമിലിയാണ് ഇതിൽ കാണുന്നത്. ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഉണ്ട് ഈ ഒരു കാർഡിൽ. പിന്നെ ഈ ഒരു വ്യക്തിയുടെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവമായിട്ട് കൂടുതൽ മാച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ 2 പേരുടെയൊക്കെ ഒരു സ്വഭാവം ഒരുപോലെയൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ 2 പേരും നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും. പക്ഷേ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ഡിവോഴ്സായി പോവോ, അയ്യോ ഞങ്ങൾ സെപ്പറേറ്റഡ് ആവുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇല്ല, ഇതിലൊരു ഡിവോഴ്സ് എന്ന് പറയുന്നൊരു കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അടി ഉണ്ടാക്കും, പക്ഷേ നിങ്ങൾ പിരിഞ്ഞൊന്നും പോകത്തില്ല. പിന്നെന്താ പറയുന്നത്, നിങ്ങൾക്ക് വീട്, കുട്ടികൾ, നിങ്ങൾക്ക് ജോബ്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. പിന്നെന്താ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ലവ്ലി ആയിട്ടുള്ള ഓരോ മൂമെൻറ്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെന്താ പറയുന്നത്, ഇവിടെ എന്ന് പറയുന്നത് സ്നേഹമാണ്. നിങ്ങളുടെ ഈ ഒരു സ്നേഹം കാരണം നിങ്ങൾക്ക് ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് പോകാനേ പറ്റത്തില്ല. നിങ്ങൾ ആ ദേഷ്യത്തിന് പുറത്ത് 2 പേർക്കും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കുണ്ടാവും കേട്ടോ. പക്ഷേ ഒരാളെ വിട്ടു കൊടുക്കാൻ തയ്യാറാവത്തേയില്ല. കാരണം ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടായതുകൊണ്ട് നിങ്ങളെപ്പോഴും അതിനെ ഇങ്ങനെ അറ്റ് ദ എൻഡ് വരെ നിങ്ങൾ പോകുന്നതാണ്. 2 പേരും ഒരുമിച്ച് തന്നെ പോവും. പിന്നെ ഈ ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ആയിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. പിന്നെന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുന്നത്, ഈ ഫാമിലി പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് പോകും. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ നല്ല ഫാമിലി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകും. നമുക്കിനി കാർഡ് നമ്പർ 3 നോക്കാം. ഇതിൽ പറയുന്നത് വെച്ചാൽ, പുള്ളി വരുന്നത് ഒരു ലവ് പ്രപ്പോസലുമായിട്ടാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫ് കൂടുതൽ റൊമാൻസിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ഹാപ്പിയാക്കി വെക്കാം, അങ്ങനെയൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് ആളാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബർത്ത്ഡേ, ആനിവേഴ്സറി, അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഫ്ലവേഴ്സൊക്കെ മേടിച്ചുകൊണ്ട് വരും. നിങ്ങൾക്ക് വേണ്ടി കവിത എഴുതുക, നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. ഈ ഒരു എൻഗേജ്മെൻറ്റ് നിങ്ങളുടെ ഒരു എൻഗേജ്മെൻറ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു 2027 ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇതാണ് കാർഡ് നമ്പർ 3. ഇതുപോലുള്ള ടാരോട്ട്സിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.